ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മള് പരമാത്മാ എന്നാൽ ഞാൻ എന്ന പദത്തിന് പൊരുളായി സ്വതന്ത്രമായി ഒന്നും അനുഭവിക്കാതെ എല്ലാ അനുഭവങ്ങളുടെയും സാക്ഷിയായി ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോ വിജാനാതി സകലം ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു ബുദ്ധിതത് വൃത്തി സദ്ഭാവം അഭാവമഹനിത്യയം. യോ വിജാനാതി സകലം ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു ബുദ്ധിതത് വൃത്തി സദ്ഭാവം അഭാവമഹനിത്യയം. അഭാവമഹനിത്യയം. അപ്പോ എന്താണ് ഇവിടെ ഈ ശ്ലോകത്തിൽ വരുന്നത്? അവസ്ഥാത്രയ സാക്ഷി നേരത്തെ പറഞ്ഞു, എല്ലാത്തിൻ്റെയും സാക്ഷിയായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടു. പരമാത്മാ എല്ലാത്തിനും സാക്ഷിയായിട്ടിരിക്കുന്നു. ഇവിടെ പരമാത്മാ എന്നത് ആത്മാ തന്നെയാണ് എന്ന് ഓർക്കണം എപ്പോഴും. അത് രണ്ടും വേറെയല്ല. പലപ്പോഴും ഇനി ഉപയോഗിക്കുന്ന പരമാത്മാ എന്ന് ഉപയോഗിക്കുന്ന ആത്മാ ശബ്ദം തന്നെയാണ് ഇനി ഉപയോഗിക്കുക. ഇത്രയും പഠിക്കുമ്പോൾ നമുക്കത് ഉൾക്കൊണ്ട് കഴിഞ്ഞല്ലോ നമ്മൾ, ആത്മാ പരമാത്മാ വേറെയല്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇതില് അവസ്ഥാത്രയ സാക്ഷി എന്നുള്ളതിനെ ഒന്നുകൂടെ നന്നായിട്ട് വിശദമാക്കി തരികയാണ് ചെയ്യുന്നത്. യഹ വിജാനാതി സകലം, ആദ്യത്തെ വരി അതാണല്ലോ. യോ വിജാനാതി സകലം. യഹ വിജാനാതി സകലം. യഹ എന്ന് പറഞ്ഞാൽ ഏതൊരു പരമാത്മാ, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ പരമാത്മാവിന് ഏതൊരു പരമാത്മാ വിജാനാതി എന്ന് പറഞ്ഞാൽ അറിയുന്നു എന്നർത്ഥം. വിജാനാതി അറിയുന്നു. എന്തിനെ? സകലം എല്ലാത്തിനെയും അറിയുന്നു. ഏതൊരു പരമാത്മാ സകലത്തിനെയും അറിയുന്നു. അതായത് ആത്മാ അറിയാതെ ഒന്നും നടക്കില്ല. ഇപ്പൊ സാക്ഷിയായിട്ടിരിക്കുമ്പോ ഈ ആത്മാ അറിയാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. എല്ലാം അറിയുന്നു ആത്മാ, ആണ് സാക്ഷിയായിട്ടിരിക്കുന്നത്. എങ്ങനത്തെയാണ്? ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു. അടുത്ത വരിയിൽ പറയുന്നു യോ വിജാനാതി സകലം ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു. അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥയിലെ കാര്യങ്ങളെയും സ്വപ്ന അവസ്ഥയിലെ കാര്യങ്ങളെയും സുഷുപ്തിയെയും അറിയുന്നതാര്? ആര്? ആത്മാ. ഇതെല്ലാം ആത്മാ അറിയുന്നുണ്ട്. ആത്മാ അറിയാത്തതായിട്ട് ഒന്നുമില്ല. ജാഗ്രത് സ്വപ്ന സുഷുപ്തിതു. ജാഗ്രതത്തിലാണ് ഇപ്പൊ നമ്മള് അനുഭവം എന്ന് പറയുന്നത് മുഴുവൻ സകലതും നടക്കുന്നത് ജാഗ്രതത്തിലാണ്. പിന്നെ സ്വപ്നം, സ്വപ്നാവസ്ഥയിൽ എന്തെല്ലാമോ നടക്കുന്നു അല്ലെ? പലരും പല 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 സ്വപ്നങ്ങൾ കാണുന്നു. നമ്മൾ തന്നെ പല ദിവസങ്ങളിൽ പല സ്വപ്നങ്ങൾ കാണുന്നു. ഒരേ ഉറക്കത്തില് ആദ്യ ഒരു സ്വപ്നം കണ്ട് ചിലപ്പോ പിന്നീട് അങ്ങ് മയങ്ങി പിന്നെ വീണ്ടും ഒരു സ്വപ്നത്തിലേക്ക് വരും. ഇതൊക്കെ ധാരാളം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആ സ്വപ്നാവസ്ഥകളിൽ നടക്കുന്ന എല്ലാത്തിനെയും അറിയുന്നുണ്ട്. പിന്നെ സുഷുപ്തിയില് ഞാൻ നന്നായി ഉറങ്ങി എന്ന് പറയുന്നത് അതറിയുന്നത് കൊണ്ട്. അപ്പോ അവിടെയും ആത്മാ അറിയുന്നുണ്ട് എന്താണ് ആ സുഷുപ്തിയിൽ സംഭവിക്കുന്നത് എന്ന്. അപ്പൊ ശങ്കരാചാര്യസ്വാമികള് അതിനെ കുറച്ചുകൂടി വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.
ആചാര്യസ്വാമികൾ കുറച്ചുകൂടി വിശദീകരിക്കുന്നു. അതായത് പരമാത്മാ ഈ ലോകത്തെ മാത്രമല്ല, ഈ ലോകത്തെ കണ്ട് അനുഭവിക്കുന്ന നമ്മുടെ മനസ്സിനെയും പ്രകാശിപ്പിക്കുന്നു, മനസ്സിനെയും അറിയുന്നു. അപ്പോഴാണ് അതിന്റെ ഒരു പ്രത്യേകത ഉള്ളത്. പരമാത്മാ അഥവാ ആത്മാ ഈ ലോകത്തെ മാത്രമല്ല, നമ്മൾ കാണുന്ന ഈ ലോകത്തെ മാത്രമല്ല, ഈ ലോകത്തെ കണ്ട് അനുഭവിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ, അനുഭവിക്കുന്ന എങ്ങനെയാ? മനസ്സിൽ. അപ്പൊ അനുഭവിക്കുന്ന മനസ്സിനെയും ഈ പരമാത്മാ അറിയുന്നുണ്ട്. ഈ മനസ്സിനെയും പരമാത്മാ പ്രകാശിപ്പിക്കുന്നു, അതിനാൽ അറിയുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത് കുറച്ചുകൂടെ ഇനി വരും, പ്രകാശിപ്പിക്കലിനെ കുറച്ചുകൂടെ, അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോ മനസ്സിന്റെ ആ ഒരു പ്രത്യേകത, മനസ്സ് ലോകത്തെ ഉറക്കത്തില് കാണിക്കുന്നില്ല. ഉറക്കത്തില് മനസ്സ് ലോകത്തെ നമുക്ക് കാണിക്കുന്നുണ്ടോ? ഇല്ല. ഉണർന്നിരിക്കുമ്പോൾ മനസ്സ് ലോകത്തെ വിശദമാക്കുന്നുണ്ട്. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് മനസ്സ് നമ്മളെ ലോകത്തെ വിശദമാക്കുന്നത്. ഈ ആത്മാ ജഡമായ മനസ്സ് ജഡമാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ശരീരം എല്ലാം ജഡമാണ്. ആത്മാ ഒഴികെ ബാക്കി അനാത്മാക്കളെല്ലാം ജഡമാണ്. ആ ജഡമായ അനാത്മാക്കളെ ചേതനമാക്കുന്നത് ആത്മാ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഭാഗം തന്നെയാണ് വീണ്ടും വരുന്നത്. ഈ ആത്മാ ജഡമായ മനസ്സ് ജഡമാണ്. അത് എപ്പോഴും ഓർത്തോണം, മനസ്സ് ജഡമാണ്. അതിനെ പ്രകാശമാനമാക്കുന്നത് ആത്മാവാണ്. അപ്പോ ജഡമായ മനസ്സിന് അറിയാനുള്ള ശക്തി കൊടുത്ത് ആരാണ് കൊടുക്കുന്നത്? ആത്മാ. മനസ്സിന് അറിയാനുള്ള ശക്തി കൊടുത്ത് ആ മനസ്സിലൂടെ ലോകത്തെ മനസ്സിലാക്കി തരുന്നു. അതാണ് ആത്മാ ചെയ്യുന്ന ധർമ്മം. മനസ്സെന്ന അത് ഉപയോഗിച്ച് ഈ ലോകത്തെ അനുഭവമാക്കി നമുക്ക് കാണിച്ചു തരുന്നു. അനുഭവം എന്നുള്ള രീതിയിൽ വരുന്നു. അത് ചെയ്യുന്നത് ആത്മാവാണ്. നമ്മുടെ മനസ്സിലുള്ള വെറുപ്പ്, സ്നേഹം, ദേഷ്യം തുടങ്ങിയ വികാരങ്ങള്, ഇവയെ അറിയുന്നത് ആരാണ്? ഇല്ലേ? ഈ വിചാരങ്ങളൊക്കെ നമുക്കുണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. അപ്പോ കണ്ണ് പുറത്തേക്ക് നോക്കിയിട്ടാണ് ഓരോ വസ്തുവിനെയും മനസ്സിലാക്കുന്നത്, അല്ലെ? കണ്ണ് പുറത്തേക്ക് നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കുന്നത്. അങ്ങനെ ബുദ്ധിയിലുള്ള വസ്തുക്കളുടെ വിവരങ്ങളെ ആണ് പ്രകാശിപ്പിക്കുന്നത്. ബുദ്ധിയിലുള്ള വസ്തുക്കളുടെ വിവരങ്ങളെ പ്രകാശിപ്പിക്കുന്നു ആര്? ഈ ആത്മാ പ്രകാശിപ്പിച്ചാലേ നമുക്കിതൊക്കെ കാണാൻ പറ്റൂ. അപ്പൊ ആത്മാ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് നമുക്കിത് കാണിക്കുന്നു. അപ്പൊ അതാണ് ഗായത്രിയില് എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് നേർവഴിക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് പുറത്തല്ല ആ പ്രാർത്ഥന, അകത്താണ്. അന്തര്യാമിയോടാണ് ആ പ്രാർത്ഥന വേണ്ടത്. പക്ഷെ ആദ്യം നമ്മളെയൊക്കെ ആ ഒരു വഴിയിലേക്ക്, ആദ്യമേ അന്തര്യാമിയിലേക്ക് പോകാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് പുറത്തുള്ള ആ പരമാത്മതത്വത്തെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പരമാത്മതത്വമാണ് സൂര്യൻ. കാരണം സദാ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രകാശ സ്വരൂപൻ. നമ്മുടെ നോട്ടത്തില് സൂര്യൻ പ്രകാശമില്ലാത്ത സമയമില്ലല്ലോ. സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ പ്രത്യക്ഷ പരബ്രഹ്മമായിട്ട് പറയും. ഇതുകൊണ്ടാണെന്ന് പറയുന്നത്. സദാ ആ ജ്യോതിസ്വരൂപമായിരിക്കുന്നത് കൊണ്ട് പ്രത്യക്ഷ പരബ്രഹ്മം എന്ന് പറയാം. പക്ഷെ നമ്മൾ നേരത്തെ ഒരു ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ട്, ഈ നക്ഷത്രങ്ങളെയും ഈ സൂര്യനെയും ഒക്കെ പ്രകാശിപ്പിക്കുന്നത് ആര്? അവർക്ക് ആ ശക്തി കൊടുക്കുന്നത് ആര്? അത് പരമാത്മാ. അപ്പോ അകത്തുള്ള ആ പരമാത്മാവാണ് ഇതെല്ലാം കാണിച്ചു തരുന്ന, മനസ്സിലാക്കി തരുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലെ ചിന്തകളെയും ആഴ്ന്ന ഉറക്കത്തിലെ മനസ്സില്ല. ആഴ്ന്ന ഉറക്കത്തില് മനസ്സില്ല. ആ മനസ്സില്ലാത്ത അവസ്ഥയെയും ആരറിയുന്നു?
ആത്മാ അറിയുന്നു. അതുകൊണ്ടാണല്ലോ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത്. അപ്പൊ മനസ്സില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ അറിയുന്ന ആളാണ് ആത്മാ. ആ ആത്മാ സാക്ഷി രൂപേണ, സാക്ഷി സ്വരൂപമായി നമ്മുടെ ഉള്ളിൽ വർത്തിക്കുന്നു. സാക്ഷി സ്വരൂപമായി നമ്മുടെ ഉള്ളിലുണ്ട്. ബുദ്ധിയെയും ബുദ്ധിയിലെ വിവരങ്ങളെയും ബുദ്ധിയിലെ വിവരങ്ങളെയും ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥയെയും ഈ സാക്ഷ്യസ്വരൂപമായ ആത്മാ അറിയുന്നു. ബുദ്ധിയെയും ബുദ്ധിയിലെ വിവരങ്ങളെയും ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥയെയും ഈ സാക്ഷിസ്വരൂപമായ ആത്മാ അറിയുന്നു. അപ്പോ അതാണ് മൂന്നാമത്തെ വരിയിൽ പറയുന്നത്. ബുദ്ധി തദ്വൃത്തി സദ്ഭാവം. ബുദ്ധി തദ്വൃത്തി സദ്ഭാവം. ബുദ്ധി, അപ്പോ ശരിക്കും ബുദ്ധി ഏത് ശരീരത്തിൽപ്പെട്ടതാ? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിൽ ഏതിൽപ്പെട്ടതാണ്? സൂക്ഷ്മ ശരീരത്തിൽപ്പെട്ടതാണ് ബുദ്ധി, മനസ്സ് മുതലായ. അപ്പോ ബുദ്ധി സൂക്ഷ്മ ശരീരത്തില്, തദ്വൃത്തി എന്ന് പറയുമ്പോ അതിലെ ചിന്തകൾ, തദ് വൃത്തി അതിലെ ചിന്തകൾ, ഏതിലെ? ബുദ്ധിയിലെ ചിന്തകൾ. പിന്നെയോ സദ്ഭാവം, സത് ഉണ്ട് എന്നറിയുന്ന അവസ്ഥ. സദ്ഭാവം ഉണ്ട് എന്ന് അറിയുന്ന അവസ്ഥ. ഇപ്പൊ നമ്മുടെ കണ്ണ്, ഒരു പുസ്തകത്തെ നമുക്ക് ഒരാൾ കാണിച്ചു തരികയാണെങ്കിൽ നമ്മൾ കണ്ടു എന്ന് പറയും, ഇല്ലേ? കണ്ടു, പുസ്തകത്തെ കണ്ടു, ഉണ്ട്. പുസ്തകം ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ആരാണത് വെളിപ്പെടുത്തുന്നത്? അതാണ് ആത്മാ. ആത്മാവിനാലാണ് അത് വെളിപ്പെടുന്നത്. ഉണ്ട് എന്നുള്ള വെളിപ്പെടൽ വരുന്നത് ആത്മശക്തിയോടെയാണ്. കാരണം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നത് ജാഗ്രത്തിലും, മെയിനായിട്ട് ജാഗ്രത്തിലാണ് ഇത് ഉറപ്പിക്കുന്നത്. സ്വപ്നത്തിലോ? സ്വപ്നത്തിലും പല വസ്തുക്കളെ കാണുമ്പോഴും സ്വപ്നത്തിൽ അതുണ്ട്. അങ്ങനെ ജാഗ്രത്തിലും സ്വപ്നത്തിലും ഉണ്ട് എന്ന് കാണിച്ചു തരുന്നത്, ആ സത്ത് ഭാവത്തെ അവിടെ കാണിക്കുന്നത് പരമാത്മാവാണ്, ആത്മാവാണ്. സുഷുപ്തിയില് ബുദ്ധി കാരണശരീരത്തിൽ ലയിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു. സുഷുപ്തിയില് ബുദ്ധി കാരണശരീരത്തിൽ ലയിച്ചു കിടക്കുന്നു. ഈ ലയനത്തെയും ആരറിയുന്നു? പരമാത്മാ അറിയുന്നു. അപ്പൊ ബുദ്ധിയുടെ എല്ലാ അവസ്ഥയും, ജാഗ്രതയിലുള്ള അവസ്ഥയെയും സ്വപ്നത്തിലുള്ള അവസ്ഥയെയും പിന്നെ ആഴ്ന്ന ഉറക്കത്തില് കാരണശരീരത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയെയും ആരറിയുന്നു? ആത്മാ അറിയുന്നു. ആത്മാ അറിയുന്നു. ആ ബുദ്ധിയുടെ, അതായത് കാരണശരീരത്തിൽ ലയിച്ചു കിടക്കുന്ന ആ ബുദ്ധിയുടെ, അതിന്റെ അവസ്ഥയെയും ആരറിയുന്നുണ്ട്? ആത്മാ അറിയുന്നുണ്ട്. ഈ ലയനത്തെയും പരമാത്മാ അറിയുന്നു. ഈ ലയനത്തെയും പരമാത്മാ അറിയുന്നു. അഭാവം എന്താണ് പറയുന്നത്? അഭാവം, അഭാവമഹമിത്യയം. അഭാവമഹമിത്യയം. അഭാവം എന്ന് പറഞ്ഞാൽ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥ. അതാണ് ഇവിടത്തെ അഭാവം. ഇല്ലായ്മ, ഇല്ല. ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല, ഇല്ല. ആഴ്ന്ന ഉറക്കത്തില് അങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ബുദ്ധിയുടെ ഇല്ലായ്മയെയും പരമാത്മാ അറിയുന്നു. ഈ ബുദ്ധിയുടെ ഇല്ലായ്മയെയും ആരറിയുന്നു? പരമാത്മാ അറിയുന്നു, ആത്മാ അറിയുന്നു. എങ്ങനെ അറിയുന്നു? അഹം ഇതി. അഹം ഇതി. പരമാത്മാ ബുദ്ധിയെയും ബുദ്ധിയിലെ അറിവുകളെയും ബുദ്ധിയുടെ ഇല്ലായ്മയെയും ഞാൻ ഞാൻ എന്ന അസ്തിത്വത്തോടെ വിശദമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോ, ഇല്ലേ, ഞാൻ നന്നായിട്ട് ഉറങ്ങി, ഞാൻ ഇത് കണ്ടു, ഞാൻ സ്വപ്നം കണ്ടു. എല്ലാത്തിലും ആരാണ്? ഞാൻ ആണ് ഇതെല്ലാം അറിയുന്നതാണ്. അപ്പൊ ആ ഞാൻ ഈ മൂന്നവസ്ഥയിലും ഉണ്ട്. ഒരവസ്ഥയിലല്ല, മൂന്നവസ്ഥയിലും ഈ ഞാൻ ഉണ്ട്. ഈ ഞാൻ ആണ് പരമാത്മാ. അഹം അഹം ഇതി വർത്തമാനഃ സൻ. അഹം അഹം ഇതി വർത്തമാനഃ സൻ.
അഭാവമഹമിത്യയം എന്ന ഭാഗത്താണ് അത് വരുന്നത്. അപ്പോ പരമാത്മാ ഞാൻ ഞാൻ എന്ന തത്വത്തിലൂടെ പ്രകാശിക്കുന്നു. വളരെ സിമ്പിളാണ്. പക്ഷെ നമുക്കതറിയില്ല. നമ്മൾ ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അനാത്മാവിനെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്, അത് സത്യത്തിൽ ആത്മാ ആണ്. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നമ്മൾ ഈ ശരീരത്തെ ഞാൻ ഇന്നയാളാണ്, ഇന്നയാളുടെ മകനാണ്, ഇന്ന ദേശത്തുകാരനാണ്, ഇന്ന ജോലിയിലാണ്, ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ അതിനെ വെച്ചിരിക്കുന്നു. അപ്പോ പരമാത്മാ ഞാൻ ഞാൻ എന്ന തത്വത്തിലൂടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. പരമാത്മാ നമ്മളിൽ ഞാൻ എന്ന തത്വമായി ഇരിക്കുന്നു. ഞാൻ എന്ന തത്വമായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പൊ എത്ര സിമ്പിളാണ്, പക്ഷെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. നമ്മൾ റോങ് ആയിട്ടുള്ള വഴി കൂടി പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് ഇതറിയാൻ കഴിയുന്നില്ല. എന്ത്? ഈ ഞാൻ ഞാൻ എന്ന് പറയുന്ന തത്വം, അതാണ് ആത്മതത്വം എന്ന് അറിയാൻ സാധിക്കുന്നില്ല. എന്നിട്ട് ആത്മതത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഈ പഠിക്കുന്നതൊക്കെ ആത്മതത്വം അറിയാനാണ്. വളരെ സിമ്പിൾ അല്ലേ? ഞാൻ തന്നെയാണ് ആത്മാ. അപ്പോ അത് തിരിച്ചറിയാൻ ഒരുപാട് കടമ്പകൾ കടക്കണമെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് എളുപ്പമല്ല. അതുകൊണ്ടാണ് വേദാന്തം പഠിക്കണം. വേദാന്തം എന്നാൽ ആത്മതത്വമാണ്. ആത്മതത്വം എന്നാൽ ഞാൻ ആര് എന്ന് മനസ്സിലാക്കുക. രമണ മഹർഷി പറഞ്ഞു തന്ന ആ വാദം, ഞാൻ ആരെന്നറിയുക. ഞാൻ ആര്, ഞാൻ ആര്, ഇത് തന്നെയാണ് വേദാന്തം. വേറൊന്നും വേദാന്തം പഠിപ്പിക്കുന്നില്ല. ഞാൻ ആര് ഇതറിഞ്ഞാൽ എന്താ ഗുണം? അതറിഞ്ഞാൽ പിന്നെ വേറൊന്നും അറിയണ്ട. സമസ്ത സംസാര ക്ലേശങ്ങൾക്കും പരിഹാരം അവിടെയായി. സംസാരത്തിലെ ക്ലേശമുള്ളത് കൊണ്ടാണല്ലോ ഇതൊക്കെ നമുക്ക് പഠിക്കണം, മനസ്സിലാക്കണം എന്നൊക്കെ തോന്നുന്നേ. ഒരു സുഖവും നിത്യമല്ല, ശാശ്വതമല്ല എന്ന് കാണുന്നത് കൊണ്ട് ആണ് വേദാന്ത പഠനത്തിന് വരുന്നത്. അപ്പൊ നമുക്ക് എന്തോ ഒന്ന് അറിയണമെന്നുണ്ട്. നമ്മൾ അറിയാത്ത എന്തോ ഒന്നുണ്ട്. ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തി എന്താണ്? ഇവിടെ പറയുന്നു ആ ശക്തി വേറെ ആരുമല്ല, ഞാൻ 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 എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ ഞാൻ തന്നെയാണ്, ആ നീ തന്നെയാണ് ആ ഞാൻ. അതാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് മറുപടി. തത്വമസി അത് നീ തന്നെ എന്ന് പറഞ്ഞു കഴിയുമ്പോ ശിഷ്യൻ പറയണം അഹം ബ്രഹ്മാസ്മി എന്നെപ്പോ മനസ്സിലാക്കിയ ശേഷം. ആ മനസ്സിലാക്കലാണ് വേദാന്ത പഠനത്തിലൂടെ നടക്കുന്നത്. അപ്പോ അയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആത്മാ. അഹമിത്യയം, അയം പരമാത്മാ, ഇത് തന്നെ പരമാത്മാ. അപ്പൊ മുഴുവനായിട്ട് ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞേ? ഈ ഒരു ശ്ലോകത്തിൽ എന്താ പറഞ്ഞേ പരമാത്മാവിനെ കുറിച്ച്? ഞാൻ ഞാൻ എന്ന് ശോഭിച്ചുകൊണ്ട് അഥവാ പറഞ്ഞുകൊണ്ട് ഏതൊരു തത്വം മൂന്ന് അവസ്ഥകളിലും അതിനെ അറിഞ്ഞുകൊണ്ട്, മൂന്ന് അവസ്ഥകളിലും അതിനെ അറിഞ്ഞുകൊണ്ട് ബുദ്ധിയെയും ബുദ്ധിയിലെ ചിന്തകളെയും ബുദ്ധിയില്ലായ്മയെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അത് തന്നെ പരമാത്മാ. അത് തന്നെ പരമാത്മാ. അപ്പൊ ആരാണ് ഞാൻ ഞാൻ എന്ന് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന തത്വം? ഞാൻ ഞാൻ എന്ന് പറയുന്ന തത്വം, ഞാൻ ഞാൻ എന്നറിയുന്ന തത്വം. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. യശ്യതി സ്വയം സർവം യം ന പശ്യതി കശ്ചന യശ്ചേതയതി ബുദ്ധ്യാദി ന തദ്യം ചേതയത്യയം. ചില പുസ്തകത്തിൽ കിഞ്ചന എന്നുണ്ട്, ചിലതിൽ കശ്ചന എന്നുണ്ട്. അപ്പൊ നമ്മള് ഗുരുവിന്റെ അടുത്ത് പഠിക്കുന്ന പാഠം കശ്ചനയാണ്. ഞാനിവിടെ PDF ഇട്ടിരിക്കുന്നത് കിഞ്ചനയാണ്. യ പശ്യതി സ്വയം സർവം യം ന പശ്യതി കശ്ചന യശ്ചേതയതി ബുദ്ധ്യാദി ന തദ്യം ചേതയത്യയം. ഇതാണ് ശ്ലോകം. ഈ ശ്ലോകവും വളരെ ഗംഭീരമായിട്ട് വിശദീകരിച്ചിരിക്കുന്നു. നമുക്കൊന്ന് അതിലൂടെ ആ ശ്ലോകത്തിലൂടെ ഒന്ന് പോയി നോക്കാം. ഇതും പരമാത്മ തത്വത്തിനെ തന്നെയാണ് വിശദമാക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന തത്വം പരമാത്മ തത്വം. പ്രധാനമായ ഓരോ കാര്യങ്ങളെ അത് പല വഴിക്കാണ് പറഞ്ഞു തരുന്നത്. ആർക്കാണ് ഏത് വഴിയിൽ കൂടെയാണ് ഇതുള്ളിൽ മനസ്സിലാവുക എന്നുള്ളത് അറിയാൻ പറ്റില്ല. പലരും പല രീതിയിൽ കാര്യങ്ങളെ കാണുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. ബുദ്ധിയിലും വ്യത്യാസമുണ്ട്, അറിയാനുള്ള ത്വരയിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലും ആണ്, പലതരത്തിലാണ് ഈ തത്വങ്ങളെയൊക്കെ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നത്.
പരമാത്മാ എന്ന അറിവ് സ്വരൂപം, പരമാത്മാ എന്ന ആ അറിവ് സ്വരൂപം എല്ലാത്തിനെയും അറിയാൻ പറ്റുന്നതാക്കി, എല്ലാത്തിനെയും അറിയാൻ പറ്റുന്നതാക്കി ഈ ലോകത്തെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഓരോ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പരമാത്മാ എന്ന അറിവ് സ്വരൂപം എല്ലാത്തിനെയും അറിയാൻ പറ്റുന്നതാക്കി ഈ ലോകത്തെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം ജഡമാണ്, അതുപോലെ പഞ്ചഭൂത നിർമ്മിതമായ ശരീരവും. പ്രപഞ്ചം ജഡമാണ്, നേരത്തെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ജഡമാണെന്നത്. അതുപോലെ തന്നെയാണ് പഞ്ചഭൂത നിർമ്മിതമായ ശരീരവും. ശരിക്കും നോക്കിയാൽ പഞ്ചഭൂതത്തിൽ നിന്ന് തന്നെ ശരീരം ഉണ്ടായിരിക്കുന്നത്. പഞ്ചഭൂതം ജഡമാണെന്ന് പഠിച്ചിട്ടുണ്ട്, ശരീരവും ജഡമാണ്. പക്ഷെ അറിവ് അല്ലെങ്കിൽ ഉണർവ് ഉടലിലും മനസ്സിലും ഉണ്ട്, ഇല്ലേ? ഒരു ഉണർവ്, ഒരു ചേതന തത്വം നമ്മളിലുണ്ട്, ഒരു അറിവ് നമ്മളിലുണ്ട്. അപ്പോ ശരീരം ജഡമാണെങ്കിലും വേദന, മറ്റു വികാരങ്ങള് മുതലായവയെല്ലാം നമ്മൾ അറിയുന്നുണ്ട്. അപ്പോ അതിന് പഞ്ചഭൂതങ്ങൾ, സാധാരണ നമ്മൾ പഞ്ചഭൂതത്തെ ജഡമെന്ന് പറയുന്ന പോലെ ഈ ശരീരത്തെ ജഡമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അതിന് ഒരു അറിവ് തത്വമുണ്ട്, ഒരു ഉണർവുണ്ട്, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. അപ്പോ അതെങ്ങനെയാ സംഭവിക്കുന്നത്? ജഡമാണെന്നും പറയുന്നു, ശരിക്കും നോക്കി കഴിഞ്ഞാൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജഡമാണ്, പക്ഷെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം പുറത്ത് ജഡമായ വസ്തുക്കൾ, അനങ്ങാതെ ഉള്ള ജഡവസ്തുക്കളെ ധാരാളം കാണുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ അങ്ങനെ വരുന്നേ? ശരിക്കും പറഞ്ഞാൽ അനാത്മാക്കളെല്ലാം ജഡമാണ്, പക്ഷെ ഇവിടെ ശരീരം ജഡമാണെന്ന് പറഞ്ഞാലും അത് ഉണർവ് സ്വരൂപമായി കാണുന്നു. ഇതെങ്ങനെ? വളരെ ഗഹനമായ ഒരു ചോദ്യമാണ്, നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ചോദ്യമാണ്. എപ്പോഴോ ധാരാളം ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ജഡമാണെന്ന് പറയുന്നു, പഞ്ചഭൂത നിർമ്മിതമാണ്. ഈ ജഡമായതിനെല്ലാം എങ്ങനെയാണ് ഒരു ഉണ്മ ഉണ്ടാകുന്നത്? അതായത് എങ്ങനെയാണ് അതിനൊരു ചലനം, ഒരു പ്രവർത്തനം, അതിനൊരു ഉണർവ്, അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് സംശയം തോന്നാം. അപ്പൊ അതിന് മനസ്സിനും ഉടലിനും ചേതനതത്വം കൊടുത്ത് മനസ്സിനെ ലോകത്തെ മനസ്സിലാക്കി തന്നുകൊണ്ട് പെരുമാറുന്നുണ്ട്. മനസ്സിനും ഉടലിനും ചേതനതത്വം കൊടുത്ത് മനസ്സിലൂടെ ലോകത്തെ മനസ്സിലാക്കി പെരുമാറുന്നുണ്ട്. ആര്? ഈ മനസ്സിലൂടെ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ. മനസ്സിനും ഉടലിനും ചേതന തത്വത്തെ തന്ന് മനസ്സിലൂടെ ലോകത്തെ മനസ്സിലാക്കി പെരുമാറുന്നു. വേറെ ഒന്ന്, പരമാത്മാ മനസ്സിനെ പ്രകാശപ്പെടുത്തി മനസ്സിനെ കാണുന്നു. വളരെ ഗഹനമാണ് കാര്യങ്ങള്. ഒരു പ്രാവശ്യം ഒന്നും കേട്ടാ ഒന്നും മനസ്സിലാവില്ല. പല പ്രാവശ്യം കേട്ട് മനനം ചെയ്ത് ചിന്തിച്ച് വേണം ഉറപ്പിക്കാൻ. പരമാത്മാ മനസ്സിനെ പ്രകാശപ്പെടുത്തി മനസ്സിനെ കാണുന്നു. പ്രകാശപ്പെടുത്തപ്പെട്ട മനസ്സ് ലോകത്തെ കാണുന്നു. ആരാണ് ലോകത്തെ കാണുന്നത്? ആത്മാവിനാൽ പ്രകാശപ്പെടുത്തപ്പെട്ട മനസ്സ്. അപ്പോൾ മനസ്സിന്റെ തുണയോടെ, മനസ്സിനെ ഉപയോഗിച്ച്, മനസ്സിന്റെ തുണയോടെ പരമാത്മാ ലോകത്തെ കാണുന്നു എന്ന് പറയാം, ഇല്ലേ? സാധാരണ നിലയ്ക്ക് പറയുമ്പോൾ അങ്ങനെ പറയാമല്ലോ. മനസ്സിലൂടെ കാണുന്നു, മനസ്സിന്റെ തുണയോടെ എന്ന് നമുക്ക് പറയാം. അപ്പോ ഈ പരമാത്മാവിനെ ആരാണ് പ്രകാശിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം. ഈ പരമാത്മാവിനെ ആരാണ് പ്രകാശിപ്പിക്കുന്നത്? മനസ്സിനെ പരമാത്മാ പ്രകാശിപ്പിക്കുന്നു. പരമാത്മാവെ ആര് പ്രകാശിപ്പിക്കുന്നു? അപ്പോ ആര് അത് അനുഭവിക്കുന്നു എന്ന് ആചാര്യൻ പറയുന്നു. പരമാത്മാവിനെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ എന്ന് ആചാര്യർ പറയുകയാണ്. പരമാത്മാവിനെ ആർക്കും കാണാൻ പറ്റില്ല, അനുഭവിക്കാനും പറ്റില്ല. പരമാത്മതത്വത്തെ, ആത്മതത്വത്തെ കാണാനും അനുഭവിക്കാനും പറ്റില്ല. കാരണം അതിനെ ആർക്കും പ്രകാശപ്പെടുത്തുവാൻ കഴിയില്ല. അങ്ങനെ ആത്മാവിനെ പ്രകാശപ്പെടുത്തുവാൻ കഴിയുന്ന വേറൊന്നില്ല ഇവിടെ. വേറെ രണ്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ, ഇവിടെ രണ്ടില്ല. ആത്മാവിനെ വേറെ ആർക്കും പ്രകാശപ്പെടുത്താൻ കഴിയില്ല. കാരണം
പരമാത്മാ സ്വയം പ്രകാശമായിരിക്കുന്നു. പരമാത്മാ സ്വയം പ്രകാശമായിരിക്കുന്നു. ഇതാണ് ശാസ്ത്രത്തിൽ പറയുന്ന സ്വയം ജ്യോതി. ശാസ്ത്രത്തിൽ പറയുന്ന സ്വയം ജ്യോതി എന്ന് പറയുന്നത് ഈ പരമാത്മ തത്വമാണ്. സ്വയം ജ്യോതി ആരാലും പ്രകാശിക്കപ്പെടേണ്ട കാര്യമില്ല, സ്വയം പ്രകാശമാനമായിരിക്കുന്നു. സ്വയം പ്രകാശമാനമായി ഇരുന്ന് മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ഈ മനസ്സ് ലോകത്തെ കാണിച്ചു തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സ് ലോകത്തെ കാണിച്ചു തരും. അപ്പൊ എങ്ങനെയാണ്? കണ്ണിൽ കൂടി കാണുന്നു എന്ന് കൂട്ടുക. കണ്ണിൽ കൂടി കാണുമ്പോൾ ലോകത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. ചെവിയിൽ കൂടി കേൾക്കുമ്പോൾ ലോകത്തെ മനസ്സിലാക്കുന്നു. നാക്കിൽ കൂടി രുചിക്കുമ്പോൾ ലോകത്തെ മനസ്സിലാക്കുന്നു. തൊലിയിൽ കൂടി സ്പർശനം മുഖാന്തരം ലോകത്തെ മനസ്സിലാക്കുന്നു. മൂക്കിൽ കൂടി ഗന്ധം മുഖാന്തരം നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നു. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നു. ഈ മനസ്സ് നേരിട്ട് ലോകത്തെ കാണിച്ചു തരുന്നുണ്ടോ? ഇല്ല. മനസ്സ് ആരെയാ ഉപയോഗിക്കുന്നത്? ഈ 5 ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചാലേ മനസ്സിന് എന്തെങ്കിലും മനസ്സിലാവും. മനസ്സിന് ലോകത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളിതെല്ലാം ഉപയോഗിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും ഇരിക്കണമെങ്കിലും ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇതുവരെ. ആരാണ് ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി മനസ്സിലാക്കുന്നത്? ലോകത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്ദ്രിയ കൂടിയാണോ? മനസ്സിലേക്ക് കാര്യങ്ങൾ വരുന്നത് ഇന്ദ്രിയത്തിൽ കൂടിയാണ്? ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ കാണുന്നു, കേൾക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോ ഇവിടെ പ്രത്യേകം പറയുന്നു, മനസ്സ് ലോകത്തെ കാണിച്ചു തരുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ കൂടി ഈ മനസ്സ് നേരിട്ട് ഈ ലോകത്തെ കാണിച്ചു തരുന്നില്ല. ഏതെങ്കിലും ഒരു സഹായം. എന്തൊക്കെയാ വേണ്ട ഇവിടെ? വെളിച്ചം വേണം. വെളിച്ചമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ലോകത്തെ മനസ്സിലാക്കാൻ പറ്റുമോ? കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ വെളിച്ചം. അപ്പൊ കണ്ണ് എന്ന ഇന്ദ്രിയം മനസ്സിന് ലോകത്തെ കാണിക്കാൻ ഒരു സഹായി വേണം. കണ്ണിന്, അല്ലെ? കണ്ണിന് മനസ്സിന് ലോകത്തെ കാണിക്കാൻ കണ്ണ് വേണം. കണ്ണിന് എന്ത് വേണം? പ്രകാശം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയങ്ങൾ പലതുണ്ട്. അതുപോലെ പരമാത്മാ മനസ്സിനെ പ്രകാശിപ്പിക്കുമ്പോൾ ഒരു സഹായി ആര്? പരമാത്മാ മനസ്സിനെ പ്രകാശിപ്പിക്കുമ്പോൾ ഒരു സഹായി ആരാണ്? അപ്പൊ പറയും, പരമാത്മാവിന് ആരുടെ സഹായവും വേണ്ട. ആത്മാവിന് ആരുടെ സഹായവും വേണ്ട. ബാക്കി ഇന്ദ്രിയങ്ങൾക്കൊക്കെ സഹായം വേണം, എന്നാലേ പറ്റൂ. പക്ഷെ പരമാത്മാവിന് അതൊന്നും ആവശ്യമില്ല. പരമാത്മാ പ്രകാശപ്പെടുത്തുക എന്ന ജോലി ചെയ്യുന്നില്ല. നമ്മൾ ഇത്ര നേരം എന്നാ വിചാരിച്ചേ? ആത്മാവിനെ, മനസ്സിനെ പ്രകാശപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ വാക്കുകൾ. അപ്പോ ആചാര്യസ്വാമി കുറച്ചുകൂടെ ഗഹനമായിട്ട് അത് പറഞ്ഞു മനസ്സിലാണ്. പരമാത്മാ പ്രകാശപ്പെടുത്തുക എന്നൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക കർമ്മം പരമാത്മാ ചെയ്യുന്നില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുക അല്ല ചെയ്യുന്നത്. പരമാത്മാവിന്റെ അസ്തിത്വത്താൽ, പരമാത്മാവിന്റെ ഇരിപ്പിനാൽ, പരമാത്മാവ് ഉണ്ട് എന്ന സ്വയം ജ്യോതിയായി ഇരിക്കുന്നതിനാൽ, അതിന്റെ എന്താ പറയാ, ഏറ്റവും മഹത്തായ ആ ശക്തിയാൽ മനസ്സ് പ്രകാശം ഏറ്റുവാങ്ങുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആത്മാവിന്റെ പ്രകാശത്തെ മനസ്സ് ഏറ്റുവാങ്ങുന്നു. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഓർത്തു നോക്കി അറിയാം. ചിതാഭാസൻ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ച്, സ്ഫടികത്തിന്റെ കാര്യം അടുത്ത് പോവുവെച്ചാൽ ആ സ്ഫടികം ചുവന്ന നിറമാകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോ ഈ മനസ്സിന്റെ ഒരു പ്രത്യേക ശക്തിയെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ മനസ്സ്, ആ പ്രത്യേക ശക്തിയുള്ള മനസ്സ് പ്രകാശം ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. പരമാത്മാവിന്റെ പ്രകാശം ഏറ്റുവാങ്ങി, ആരും പ്രകാശിപ്പിക്കേണ്ടതില്ലാത്ത ആ പരമാത്മാവിന്റെ പ്രകാശത്തെ ഏറ്റുവാങ്ങി ആണ് പ്രവർത്തിക്കുന്നത്. കാരണം ഈ പരമാത്മാ സ്വയം ജ്യോതിയാണ്. അതിനെ ആരും പ്രകാശിപ്പിക്കേണ്ട. മനസ്സ് സ്വയം ജ്യോതിയല്ല. മനസ്സ് ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. ആരുടെ പ്രകാശത്തെ? ആത്മാവിന്റെ പ്രകാശത്തെ. എന്താണ് ഇവിടെ ശ്ലോകത്തിൽ പറയുന്നത്? യഹ പശ്യതി സ്വയം സർവം. യഹ പശ്യതി സ്വയം സർവം. യഹ, ഏതൊരു പരമാത്മാ
പശ്യതി കാണുന്നുവോ, സർവം എല്ലാത്തിനെയും, എങ്ങനെ? സ്വയം. യ പശ്യതി സർവം സ്വയം. ഏതൊരു പരമാത്മാ എല്ലാത്തിനെയും സ്വയം കാണുന്നുവോ. എന്താണ് സ്വയം കാണുക എന്ന് പറഞ്ഞാൽ? ഇപ്പൊ മനസ്സ് ലോകത്തെ കാണിച്ചു തരുന്നത് ഇന്ദ്രിയങ്ങൾ വഴിയാണ്. മനസ്സ് ലോകത്തെ കാണിച്ചു തരുന്നത് ഇന്ദ്രിയങ്ങൾ വഴിയാണ്. ഒരു പ്രവൃത്തി, അല്ലെ? ഇന്ദ്രിയങ്ങൾ വഴിയുള്ള ഒരു പ്രവൃത്തിയിലൂടെയാണ് മനസ്സ് ലോകത്തെ കാണിച്ചു തരുന്നത്. എന്നാൽ പരമാത്മാ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത് ഒരു പ്രവൃത്തിയായിട്ടല്ല. പരമാത്മാവിന്റെ ഒരു ജോലിയല്ല മനസ്സിനെ പ്രകാശിപ്പിക്കുക എന്നുള്ളത്. ഇത് വളരെ നന്നായിട്ട് മനസ്സിലാക്കണം ഈ സംഭവം. ആത്മതത്വം അറിയുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഈ ഭാഗങ്ങളൊക്കെ വളരെ വളരെ ഗഹനമായിട്ടുള്ള ഭാഗങ്ങളാണ്. ആത്മാവിന് മനസ്സിനെ പ്രകാശിപ്പിക്കുക എന്നൊരു ജോലിയൊന്നുമില്ല. ആത്മാവ് ഒരു ജോലിയും ചെയ്യുന്നില്ല. ആ പരമാത്മ ശക്തി സ്വയം പ്രകാശിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഒരു പ്രകാശ സ്വരൂപം മാത്രമാണ്. അപ്പോ അങ്ങനെ ആത്മാ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയില് മനസ്സ് ഉൽപ്പത്തി ആയ ഉടൻ, മനസ്സ് ഉണ്ടായ ഉടൻ, ഇതൊക്കെ ഇനി വിശദമായിട്ട് വരും. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല മനസ്സുണ്ടായാൽ അപ്പൊ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. അതൊക്കെ വരുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ഇനി മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ, വളരെ കട്ടിയായിട്ടുള്ള കാര്യങ്ങളെ ലളിതമാക്കി തരുന്നുണ്ട് ആചാര്യസ്വാമികൾ. അപ്പൊ നോക്കാം. അപ്പോ മനസ്സ് ഉൽപ്പത്തി ആയ ഉടൻ അതെന്ത് ചെയ്യും? അതിന് നേരത്തെ നമ്മളൊരു ഉപനിഷത്തിൽ പഠിച്ചു, തത്വബോധത്തിനകത്ത് നമ്മൾ പഠിച്ചു, മനസ്സിന് ഒരു പ്രത്യേക ശക്തി കിട്ടുന്നുണ്ട്. ആ സൃഷ്ടി തന്നെ ആ ശക്തി വരുന്നുണ്ട്. അത് ആത്മാ പ്രകാശത്തെ സ്വയം ഏറ്റുവാങ്ങി, സ്വയം ഏറ്റുവാങ്ങാണ്. ആത്മാ ആരും പ്രവർത്തിപ്പിച്ചു കൊടുക്കുകയല്ല, സ്വയം ഏറ്റുവാങ്ങി പ്രകാശിക്കുന്നു. അപ്പോ മനസ്സുൽപ്പത്തിയായ ഉടൻ അത് പ്രകാശിപ്പിക്കപ്പെടുന്നു പരമാത്മാവിനാൽ. പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, പരമാത്മാ അവിടെ സാക്ഷിയായിട്ടിരിക്കുകയാണ്. ആ പ്രകാശം കൊണ്ട് മനസ്സ് ആ പ്രകാശത്തെ ഏറ്റുവാങ്ങും. പരമാത്മാ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുകയാണ്. പരമാത്മാ ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല, ആത്മാ ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മനസ്സുണ്ടായ ഉടൻ പരമാത്മാവിനെ സ്വയം, പരമാത്മാവിന്റെ സ്വയം പ്രകാശ ശക്തിയാൽ മനസ്സുണ്ടായ ഉടൻ അത് പ്രകാശിക്കാൻ തുടങ്ങുന്നു. മനസ്സുണ്ടായ ഉടൻ അത് പ്രകാശിക്കാൻ തുടങ്ങുന്നു. ഈ സ്ഥലത്ത് സ്വയം കുറെ പഴയ ക്ലാസ്സുകളിലേക്ക് പോയാൽ മനസ്സ് സൂക്ഷ്മ ശരീരമാണെന്നും അതുണ്ടായതാണെന്നും എവിടെ നിന്നുണ്ടായി എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 3 സത്വരജ തമോ ഗുണങ്ങൾ അങ്ങനെയാണ്. അത് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ മനസ്സ് ഉണ്ടാകുന്ന അവസ്ഥ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ മനസ്സ് ഇല്ലാതാകണം. അപ്പോഴേ ആ ഞാൻ ജീവൻ എന്നുള്ള ആ സംഗതി മാറിയിട്ട് ഞാൻ ആത്മാ എന്നുള്ളത് തിരിഞ്ഞ് വരികയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഓർക്കണം ഈ സമയത്ത്. അപ്പൊ ഈ മനസ്സാണ് ശരിക്കും നമ്മളെ ഞാൻ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആക്ച്വലി മനസ്സല്ല ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ആ പ്രകാശ സ്വരൂപമാണ്. ഇത് മനസ്സിലാക്കലാണ് വലിയ ഒരു വിഷയം, അല്ലേ? നമുക്കിപ്പോ മനസ്സൊക്കെ ഞാനല്ലേ, എന്റെ മനസ്സ് അല്ലേ, എന്റെ മനസ്സിലാണ് തോന്നുന്നത്. ശരീരമൊക്കെ പോട്ടെ, ശരി, ശരീരം നശിക്കൊക്കെ അറിയാം, എന്റെ മനസ്സുണ്ടല്ലോ. അപ്പൊ എന്റെ മനസ്സ്, അപ്പൊ മനസ്സാണ് ഞാൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ. ഇവിടെ പറയുന്നു മനസ്സ് ഉണ്ടായ ഉടനെ മനസ്സ് ഫോം ചെയ്യപ്പെടുന്നു. അങ്ങനെ ഫോം ചെയ്യപ്പെടുന്ന ഒരു മനസ്സിനെ, ആ മനസ്സ് ആത്മസ്വരൂപത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, അറിവ് സ്വരൂപത്തിൽ നിന്ന്, പരമാത്മ സ്വരൂപത്തിൽ നിന്ന് പ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശിക്കുന്നു. അപ്പോ ഞാൻ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ആത്മതത്വത്തിൽ നിന്ന് വിട്ടുപോയിട്ട് മനസ്സിന്റെ കൂടെ നമ്മൾ കയറുകയാണ് ചെയ്യുന്നത്. അപ്പോ ആ മനസ്സുണ്ടായില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. പിന്നെ ഞാൻ വേറെ ഉണ്ടോ? ഇല്ല. ഞാൻ ആരാണ്? ഞാൻ ഈ ആത്മസ്വരൂപം തന്നെയാണ്. അപ്പൊ യം ന പശ്യതി കശ്ചന, ഏതു പരമാത്മാവിനെ കശ്ചന ആരും ന പശ്യതി കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പരമാത്മാവിനെ ആരും കാണുന്നില്ല. മനസ്സ് അതിൽ നിന്നുള്ള ആ ശക്തി
പ്രകാശത്തെ മനസ്സിന്റെ ശക്തി കൊണ്ട് പ്രകാശത്തെ സ്വീകരിച്ച് ഈ ലോകത്തെ മനസ്സിൽ കൂടി കാണുന്നു ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ആ പരമാത്മാവിനെ ആരും കാണുന്നില്ല. ആ ഏതൊരു പരമാത്മാ എല്ലാത്തിനെയും കാണുന്നുവോ ആ പരമാത്മാവിനെ ആരും കാണുന്നില്ല. പരമാത്മാ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, എന്നാൽ പരമാത്മാവിനെ ആരും പ്രകാശിപ്പിക്കേണ്ടതായിട്ടില്ല. പരമാത്മാ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, എന്നാൽ പരമാത്മാവിനെ ആരും പ്രകാശിപ്പിക്കേണ്ടതായിട്ടില്ല. അപ്പോ അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഏതൊരു വസ്തുവിനെയും നമ്മളോട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഇപ്പൊ ഇവിടെ പുസ്തകമുണ്ടോ, അല്ലെങ്കിൽ പേനയുണ്ടോ, ഈ കസേരയുണ്ടോ, ടേബിളുണ്ടോ, ചെയറുണ്ടോ, അല്ലെങ്കിൽ മരമുണ്ടോ, നമ്മൾ എന്ത് പറയും? പെട്ടെന്ന് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലെന്നും പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് പറയും? നോക്കട്ടെ എന്ന് പറയും. ആദ്യം പറയുന്നത് നോക്കട്ടെ എന്ന്. ഉണ്ടോ? നോക്കട്ടെ എന്ന് പറയും. അപ്പോ അത് ഉണ്ടോ എന്നറിയാൻ നമുക്ക് എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇന്ദ്രിയങ്ങൾ? ഏതെങ്കിലും ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഏതൊരു വസ്തുവും ഉണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചാൽ ഉടനെ മറുപടി പറയും നോക്കട്ടെ എന്നേ പറയും. ഒരു ഇന്ദ്രിയത്തെ ഉപയോഗിച്ച ശേഷം നമുക്ക് പറയാം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോ ഏതെങ്കിലും തരത്തിലൊരു ഇന്ദ്രിയം ഉപയോഗിച്ചാൽ മാത്രമേ അതിന്റെ എക്സിസ്റ്റൻസ് അറിയാൻ ഒക്കൂ. ഉറപ്പാണല്ലോ അല്ലെ? ഒന്നുകൂടെ ചിന്തിച്ച് നോക്കുക. നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു പെൻസിലുണ്ടോ, പേനയുണ്ടോ, മരമുണ്ടോ, എന്തെങ്കിലും ഗ്ലാസ് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ബ്ലൈൻഡ് ആയിട്ട് ഉണ്ടോന്നോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഒന്നിലെ കണ്ണുകൊണ്ട് കാണണം, അല്ലെങ്കിൽ ചെവി കൊണ്ട് ശബ്ദം കേൾക്കണം, അല്ലെങ്കിൽ മൂക്കുകൊണ്ട് ഗന്ധം അറിയണം, അല്ലെങ്കിൽ നാക്കുകൊണ്ട് സ്വാദറിയണം, അല്ലെങ്കിൽ ശരീരത്തിലെ തൊലി കൊണ്ട് സ്പർശനം അറിയണം. ഈ 5 തരത്തിൽ കൂടി അല്ലാതെ ഒരു വസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആരെ ഉപയോഗിക്കണം? നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ ഏതിനെ ഉപയോഗിക്കണം? 5 ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഇന്ദ്രിയങ്ങളെ ചിലപ്പോ ജോയിന്റ് ആയിട്ട് അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഇന്ദ്രിയ സഹായമില്ലാതെ പറയാൻ പറ്റില്ല. ഒരു വസ്തുവിനെയും, അതായത് അനാത്മാവായ ഒന്നിനെയും നമുക്ക് പറയാൻ പറ്റില്ല. അനാത്മാവായ ഒന്നിനെയും പറയാൻ പറ്റില്ല. പിന്നെയോ അതേസമയം നമ്മളോട് നീ ഉണ്ടോ, നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചാലോ പറയാൻ ഏതെങ്കിലും ഇന്ദ്രിയത്തിന്റെ ആവശ്യമുണ്ടോ? ഞാനുണ്ട് എന്ന് പറയാൻ ഏതെങ്കിലും ഇന്ദ്രിയത്തിന്റെ ആവശ്യമുണ്ടോ? ഒരു ഇന്ദ്രിയത്തിന്റെയും ആവശ്യമില്ല. താങ്കൾ ഉണ്ടോ? ഉണ്ട്, ഞാനുണ്ട്. എങ്ങനെ അറിയണേ? കണ്ണുകൊണ്ട് നോക്കണോ? ശരീരത്തിലേക്ക് നോക്കിയിട്ട് വേണോ? കയ്യിലുണ്ടോ, കാലുണ്ടോ, തലയുണ്ടോ, മൂക്കുണ്ടോ, ചെവിയുണ്ടോ നോക്കിയിട്ട് വേണോ ഞാനുണ്ടെന്ന് പറയാൻ? വേണ്ട. ശബ്ദം കേട്ടാലേ ഞാനുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ശബ്ദം കേൾക്കാത്തവരോ? അതിന്റെ ആവശ്യമില്ല. ഇനി എന്തെങ്കിലും രുചിച്ചു നോക്കിയിട്ട് മാത്രമേ ഞാനുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ? അല്ല. എന്തെങ്കിലും ഗന്ധം അനുഭവിച്ചാലേ ഞാനുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ? അല്ല. ആരെങ്കിലും സ്പർശിച്ചാൽ മാത്രമേ ഞാനുണ്ടോ? അപ്പൊ ആരെങ്കിലും എന്നെ ഒന്ന് തൊട്ടു നോക്ക് ഞാനുണ്ടോന്ന്. എനിക്കറിയില്ല, ഒന്ന് തൊട്ടു നോക്കാവോ എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. പോട്ടെ, കൂരിരുട്ടില്, എപ്പോഴും നമ്മുടെ ആചാര്യർ പറയാറുള്ളതാണ്, കൂരിരുട്ടിൽ നമ്മൾ ഇരിക്കുന്നു. ഒരു റൂമിൽ ഇപ്പോ കുറെ ആൾക്കാർ ഇരിക്കുന്നതിന്റെ ഇടയിലാണെന്ന് കൂട്ടിക്കോളും. പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ ഒരാൾക്ക്, പുറത്തുള്ള ഒരാൾക്കൊരു സംശയം, ഇന്ന ആളകത്തുണ്ടോ എന്ന്. പേര് വിളിച്ച് പറയാം, അകത്തുണ്ടോ രാമ, നീ അകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അകത്ത് കൂരിരുട്ടാണ്, ഒന്നും കാണാൻ വയ്യ. അയാൾ എങ്ങനെ മറുപടി പറയാ? ഞാനുണ്ട് എന്ന് പറയും. അതിന് വേറെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. ഞാൻ സ്വയം അറിയുന്നു ഞാൻ ഉണ്ട് എന്നുള്ളത്. അതെപ്പോഴും നമ്മൾ വളരെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാനുണ്ട് എന്ന് പറയുന്നതിന്
ഒന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. യാതൊന്നിനെയും ആശ്രയിക്കേണ്ട. ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറയാൻ ഏതെങ്കിലും ഇന്ദ്രിയത്തെ ആശ്രയിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആചാര്യന്മാർ പറയുമ്പോഴും നമ്മളത് വിട്ടുപോകും. പക്ഷെ കൂടുതലായിട്ട് ഉപനിഷത്തൊക്കെ പഠിക്കുമ്പോൾ ഈ ചിന്ത ഇടയ്ക്കിടയ്ക്ക് നടത്തണം. നമ്മൾ അറിയുന്നുണ്ടല്ലോ നമ്മൾ ഉണ്ടെന്നുള്ളത്. നമ്മളുണ്ട്, നമ്മൾ അറിയുന്നു. ഏത് കുറ്റിരുട്ടിലും നമ്മൾ അറിയുന്നു, ഏതവസ്ഥയിലും നമ്മൾ അറിയുന്നു ഞാനുണ്ട്, ഞാനുണ്ട്, ഞാനുണ്ട്. അതിന് ഒരു ഇന്ദ്രിയത്തെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ വയസ്സായി മരിക്കാനാവുമ്പോ കണ്ണ് എന്ന ഇന്ദ്രിയം താഴ്ച പോവും, ഇല്ലേ? കാണാൻ ഇന്നും കാണാൻ വയ്യ, കാണാൻ വയ്യ. അപ്പോഴും ഞാനുണ്ടോ? ഉണ്ട്. ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. കൈകൊണ്ട് ആക്ഷൻ കാണിക്കും, ഒന്നും കേൾക്കാൻ മേല, ഒന്നും കേൾക്കാൻ മേല. അതൊക്കെ പ്രായമായില്ലേ, ഓരോ ഇന്ദ്രിയങ്ങളായിട്ട് ഔട്ടടിക്കുകയാണ്, പോവാ. ചെവിയും പോയി. അപ്പോഴും ഞാനുണ്ടോ? ഉണ്ട്. പിന്നെ ചിലര് പറയും തൊട്ടാ അറിയുന്നില്ല കേട്ടോ, കാലിലും കയ്യിലും തൊട്ടാ അറിയുന്നില്ല കേട്ടോ. അപ്പൊ എന്താ? അപ്പോഴും ഞാനുണ്ടോ? ഞാനുണ്ട്, പക്ഷെ സ്പർശനം അറിയുന്നില്ല. ഇനി വായല് എന്ത് കൊടുത്താലും സ്വാദറിയില്ല, എന്ത് കൊടുത്താലും മെഴുകിക്കോളും. ആ ഒരു അവസ്ഥ. അപ്പൊ ജീവൻ നിലനിർത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ വായയിൽ കൂടെ കൊടുക്കും, ചിലപ്പോൾ ട്യൂബിൽ കൂടെ കൊടുക്കും. ഏതായാലും ഞാനുണ്ട്. ഇവരൊന്നും പ്രവർത്തിക്കില്ലെങ്കിലും ഞാനുണ്ട്. ഒരു ഇന്ദ്രിയവും പ്രവർത്തിച്ചില്ലെങ്കിലും ഞാനുണ്ട്. ആരുണ്ടാവും കൂടെ അവിടെ ഉള്ളില്? മനസ്സവിടെ കിടന്നുണ്ടാവും. നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ഉണ്ടെങ്കിലേ അതിനെ ഒന്ന് വെളിപ്പെടുത്താൻ പറ്റും. ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ഉണ്ടെങ്കിലേ വെളിപ്പെടുത്താൻ പറ്റും. ഒരു ഇന്ദ്രിയവും വർക്ക് ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലും ജീവൻ നിലനിൽക്കുന്നതായിട്ട് എത്രയോ നമുക്ക് കാണാം, അല്ലെ? വെന്റിലേറ്റർ ഒന്ന് അതിന്റെ ഒരു കൂടിയ ലെവലിൽ വെന്റിലേറ്റർ കെട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. അപ്പോഴും ഞാനുണ്ടോ? ഉണ്ടല്ലോ. ചിലപ്പോൾ തിരിച്ചു വരാറില്ലേ? വെന്റിലേറ്ററിൽ പോയിട്ട് ധരിച്ച് നിറയെ കേസുകളുണ്ട്. എന്നുവെച്ചാൽ വെന്റിലേറ്ററിൽ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കയറ്റുന്ന സംഭവങ്ങളുണ്ട്. സാധാരണ നമ്മുടെ ഒരു ധാരണ വെന്റിലേറ്ററിൽ കയറ്റുക പറഞ്ഞാൽ തീർന്നു എന്നുള്ളത്. അങ്ങനെയല്ല. ചില അവസ്ഥകളിൽ സ്വയം പ്രവർത്തിക്കാനുള്ള അത്രയും ശക്തി ശരീരത്തിനാകാത്തത് കൊണ്ട് ശ്വാസോച്ഛ്വാസത്തിനൊക്കെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടെ ശ്വസിപ്പിച്ചിട്ട് നമുക്ക് അത്ര എനർജി നമ്മളിൽ നിന്ന് ഉപയോഗിക്കാതെ കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോൾ സ്വയം എനർജി കിട്ടി തുടങ്ങുമ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നാൽ വീണ്ടും നമ്മൾ സ്വയം ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് തുടങ്ങും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് തുടങ്ങും. മറ്റേ ഇന്ദ്രിയത്തിന് ഉപയോഗിക്കാനുള്ള ശക്തി പോയതുകൊണ്ടായിരുന്നു. അപ്പോ എന്തായാലും പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉണ്ട് എന്ന് അറിയാൻ ആരും പറഞ്ഞു തരികയും വേണ്ട, ഒന്നും വേണ്ട. ഒക്കെ അറിയാം, ഞാൻ ഉണ്ട് എന്ന് നമുക്കറിയാം. കേട്ടോ, രുചിച്ചോ, കണ്ടോ, സ്പർശിച്ചോ, മണം പിടിച്ചോ, ഒന്നും പറയേണ്ട കാര്യമില്ല. അല്ലാതെ പറയാം ഞാനുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം. ഞാനുണ്ടെന്ന് പറയാൻ ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. സ്വയം അറിയാം ഉണ്ട് എന്ന്. ശരീരത്തിലെ അവയവങ്ങളെ പോലും ചില സമയം ശരീരത്തിലെ അവയവങ്ങളെ പോലും നോക്കി പറയേണ്ടി വരും ചില സമയങ്ങളിൽ. കാരണം ഇപ്പൊ മരച്ചിരിക്കുക എന്ന് പറയില്ലേ, കൈയും കാലൊക്കെ മരയ്ക്കുക എന്ന് പറയും. അപ്പൊ ചില സമയത്ത് ചില വിരല ഒരു കൈ മൊത്തം അങ്ങനെ മരച്ചിരിക്കുമ്പോൾ നമുക്ക് തന്നെ പെട്ടെന്നൊന്ന് തട്ടണം, കയ്യിൽ തട്ടിയിട്ട് വേണം അതിനെ ഒന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ശരിയാക്കി ഉണ്ട് എന്ന് വരാം. അങ്ങനെ വിരലുകളും ചിലപ്പോൾ കയ്യ കാലും മൊത്തത്തിലും അങ്ങനെയൊക്കെ തോന്നാം ചില സമയങ്ങളിൽ. അപ്പോ ശരീരത്തിലെ അവയവങ്ങളെ പോലും ചില സമയം നോക്കി പറയേണ്ടി വരും. എന്നാൽ ഞാൻ ഉണ്ട് എന്ന് പറയാൻ സ്വയം അറിയുന്നു. അതാണ് ആചാര്യന്മാർ പറയുന്നത് പരമാത്മാ അഹം അഹം ഇതി ശരീരത്തിനകത്തിരുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അഹം അഹം ഇതി ശരീരത്തിനകത്തിരുന്ന് പറയുന്നു. ആ സ്വയം അഹം അഹം ഞാൻ ഞാൻ എന്ന് പറയുന്നത് തന്നെ ആത്മാ, അത് തന്നെ പരമാത്മാ. അത് എല്ലാവരെയും കാണുന്നു. അതിനെ ആരും പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല. അത് സ്വയം ജ്യോതി ആണ്. അപ്പോൾ ആത്മാവ് മരിക്കുമോ? ആത്മാവ് മരിക്കുമോ? മരണമുണ്ടോ ആത്മാവിന്? ഇല്ല.
മരിക്കുന്നതാര്? ശരീരം. നമ്മൾ കാണലെ മരിക്കുന്നത് സ്ഥൂല ശരീരം, പിന്നീട് നിലനിൽക്കുന്നത് സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. മോക്ഷം എന്ന പദത്തിലേക്ക് എത്തണമെങ്കിൽ സൂക്ഷ്മ ശരീരവും ഇല്ലാതാകണം, കാരണ ശരീരവും ഇല്ലാതാകണം. അതാർക്കും ചെയ്യാൻ പറ്റും? വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, അവനവന് തന്നെയേ പറ്റുള്ളൂ. അതൊക്കെ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ വിശദമായിട്ട് ശങ്കരാചാര്യ സ്വാമികള് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുന്നോട്ട് പോകുന്തോറും കൂടുതൽ കൂടുതൽ വ്യക്തത, എല്ലാ കാര്യങ്ങളിലും കൂടുതൽ കൂടുതൽ വ്യക്തത വരും. ഇന്ന് ഇത്രയും നിൽക്കട്ടെ. ഞാൻ 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 എന്ന് ഏതിരുട്ടിലും വേറെ ഒന്നിനെയും ആശ്രയിക്കാതെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്, ഈ ഞാൻ തന്നെയാണ് ആത്മാ, അല്ലാതെ മനസ്സല്ല. മനസ്സ് വേറെ. ഈ ആത്മാ ആണ് മനസ്സിനെ അവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അത് ആത്മാവിന്റെ ഒരു ജോലിയല്ല മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത്. മനസ്സുണ്ടായ അപ്പോൾ തന്നെ മനസ്സ് ആത്മാവിന്റെ പ്രകാശത്തെ സ്വീകരിച്ച് അവന്റെ ജോലി, മനസ്സിന്റെ ജോലി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അനാത്മാവാണ്, പക്ഷെ ആത്മാവിൽ നിന്നും ശക്തി സ്വീകരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ആ പ്രകാശം കൊണ്ട് തന്നെ അതിന് പ്രവർത്തിക്കാനുള്ള ശക്തി കിട്ടുന്നു. ആത്മാവാണ് ഇതിനൊക്കെ ശക്തി കൊടുക്കുന്നത്. പ്രപഞ്ചത്തിന് മുഴുവൻ ശക്തി കൊടുക്കുന്നത് പരമാത്മാ. ഓരോ പ്രവർത്തനങ്ങൾക്കും ശക്തി കൊടുക്കുന്നത് പരമാത്മാ. സൂര്യൻ ജ്വലിക്കുന്നത്, നക്ഷത്രങ്ങൾ, ഭൂഗോളം തിരിയുന്നത്, ഗ്രഹങ്ങൾ ചലിക്കുന്നത്, സർവവും പ്രപഞ്ചത്തിൽ സർവവും പ്രവർത്തിക്കുന്നത് ആത്മശക്തിയാൽ, പരമാത്മശക്തിയാൽ. ആ പരമാത്മാ തന്നെയാണ് ഞാൻ 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 എന്ന് നമ്മൾ പറയുന്ന ഞാൻ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് ശങ്കരാചാര്യ സ്വാമികളും ഭഗവാൻ ബാബായും നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമുക്കിന്ന് ഇവിടെ സമാപിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സാർ. സായിറാം സാർ. സായിറാം. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം. സായിറാം.